മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച് ഒരു കാലത്തെ റൊമാൻറ്റിക് ഹീറോ ആയിരുന്ന ഷാനവാസ് നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ച് തന്നെ പറയണം. സന കണ്ടിട്ടുണ്ടോ ഷാനവാസിന്റെ സിനിമകളൊക്കെ? ചില സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ കൂടുതലും ഷാനവാസ് എന്ന് പറയുന്ന ഒരു നടൻ പ്രേം നസീറായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ ആദ്യകാലങ്ങളിൽ അറിഞ്ഞിരുന്നത്. ഇപ്പൊ പിന്നെ ചില സിനിമകളിലൂടെ കണ്ട് പരിചയമായി. എനിക്കൊന്നും അധികം ഒരു 2000 ശേഷം അധികം സിനിമകളൊന്നും അഭിനയിച്ചില്ല. ശരിക്കും അദ്ദേഹം 80s തുടക്കം, അതായത് 81 പ്രേമഗീതങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയില് ബാലേന്ദ്ര മേനോന്റെ ഏറ്റവും വലിയൊരു ഹിറ്റാണ്. അതിൽ ബാലേന്ദ്ര മേനോൻ അഭിനയിച്ചിട്ടില്ല. അതൊരു ശരിക്കും ആ സിനിമയെ കുറിച്ചും ഇവരുടെ ഷാനവാസിന്റെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശരിക്കും അത് അറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. ആ പ്രേമഗീതങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ? അംബികയ്ക്ക് ആയിട്ടുള്ള ഒരു സിനിമ. എനിക്കുള്ള അത് ടിവിയിലൊക്കെ പലപ്പോഴും വരാറുണ്ട്. ഓർമ്മയുണ്ടോ അതിന്റെ പാട്ടുകളും അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രാജഡിയാണ് ശരിക്കും ഒരു സിനിമയുടെ എൻഡിങ് ഒക്കെ? ഒരു റൊമാൻറ്റിക് മൂവിയാണ്, പക്ഷെ കുറച്ചും കൂടി ട്രാജഡിക് ആയിട്ട് എൻഡ് വരുന്ന മൂവി. ശരിക്ക് അന്ന് ബാലേന്ദ്രൻ അന്നൊരു ക്യാമ്പസ് സിനിമ പ്ലാൻ ചെയ്തിരുന്നു. ആ സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പുതിയൊരു നായകനും പുതിയൊരു നായികയും ഇങ്ങനെ മതി എന്നുള്ളതായിരുന്നു അന്ന് വിചാരിച്ചത്. ബാലേന്ദ്രൻ കൊണ്ട് അന്ന് ഒരു 5-6 സിനിമകളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രന്റെ മുമ്പത്തെ സിനിമകളൊക്കെ അഭിനയിച്ചിരുന്ന ഒരു നായികയായിരുന്നു അംബിക. അംബിക എന്നൊരു അത്യാവശ്യം ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യുവ നായിക. അത് ഭയങ്കര ഒരു സ്റ്റാർഡത്തിലേക്കൊന്നും എത്തിയിട്ടില്ല, പക്ഷെ ഈ നീലത്താമര പോലത്തെ സിനിമകളൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെ പുതിയൊരു നായിക അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അംബിക ബാലേന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോരെ എന്നാൽ. അതായത് ബാലേന്ദ്രന്റെ ഒരു ഹിറ്റ് ഡയറക്ടറാണ്. അപ്പൊ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, പുതിയ നായിക കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് കുറെ അന്വേഷിച്ചു. പക്ഷെ ആരും കിട്ടിയില്ല. അവസാനം അംബിക തന്നെ നായികയായിട്ട് ഫിക്സ് ചെയ്തു. പിന്നെ നായകനെ കണ്ടുപിടിക്കണം. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ പ്രേം നസീറിന്റെ മക്കള്, പ്രേം നസീറിനെ കൊണ്ട് ഷാനവാസ് കൂടാതെ ഒരു 3 പെൺമക്കളാണ്. അവരൊന്നും അങ്ങനെ അന്നൊന്നും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പൊ പ്രേം നസീറിന്റെ ഒരു ഫാമിലി ലൈഫ് ഒന്നും പൊതുജനത്തിന് അന്ന് അറിയില്ല. അപ്പൊ അന്ന് ബാലേന്ദ്രൻ ഒരു ഇന്റർവ്യൂവിൽ ഒരിക്കൽ പറഞ്ഞത്, അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കൊരു ദൂരദർശനില് കേരളത്തിലും ഈ പറഞ്ഞ ദൂരദർശനും മലയാളവും TV ഒന്നും അധികം വന്നിട്ടില്ല. മദ്രാസിൽ അന്ന് ഹിന്ദി ഒക്കെ ഉണ്ടെന്നാണ്. അപ്പൊ ദൂരദർശനിൽ പ്രേം നസീറിന്റെ ഒരു ഇന്റർവ്യൂവില് പ്രേം നസീർ പറഞ്ഞു, എൻ്റെ മകനിങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണ്, അവന് സിനിമയിലേക്ക് അഭിനയിക്കാനൊക്കെ ഒരു താല്പര്യമുണ്ട്. അതായത് പ്രേം നസീറിന് ശരിക്കും മകനെ ഒരു ബിസിനസ്സുകാരനാക്കണം, അതായത് ബിസിനസ്സിൽ ഇറങ്ങിയാൽ ശാശ്വതമാണ്, അത് മതി എന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ ഷാനവാസ് ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ഈ ഒരു സെലിബ്രിറ്റി ലൈഫിൽ അപ്പൊ ഷാനവാസിനും ഒരു താല്പര്യമുണ്ട്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നോക്കാം എന്ന് പ്രേം നസീർ ഇങ്ങനെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പൊ ബാലേന്ദ്രൻ അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലിക്കായി. നേരെ പ്രേം നസീറിന്റെ ലൊക്കേഷനിൽ പോയി. പ്രേം നസീർ അന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയിട്ട് പറഞ്ഞു. അപ്പൊ പ്രേം നസീറിനെ കാണണം എന്ന് പറഞ്ഞു ചെന്നു. ഇവര് തമ്മിൽ ബ്രേക്കിൽ സംസാരം തുടങ്ങി. അപ്പൊ പ്രേം നസീർ വിചാരിച്ചിരിക്കുന്നത് പ്രേം നസീറിന്റെ ഡേറ്റിന് വേണ്ടി വന്നത്. പ്രേം നസീർ ആദ്യം തന്നെ സംസാരം തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ പ്രേം നസീറിന്റെ സ്വഭാവം, പ്രേം നസീർ ഒരാളെയും നോന്ന് ഓപ്പൺ ആയിട്ട് പറയുകയോ അല്ലെങ്കിൽ ഒരാളെ വെറുപ്പിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. പ്രേം നസീർ പറഞ്ഞു, മിസ്റ്റർ മേനോൻ, എനിക്ക് ഈ പടം കഴിഞ്ഞാൽ വേറെയും 2 പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു 2 പടം തീർക്കാൻ. അങ്ങനെ അപ്പൊ ഈ വർഷം ചിലപ്പോൾ എന്റെ ഡേറ്റ് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, സാറിന്റെ ഡേറ്റ് എനിക്ക് വേണം, ഈ വർഷം വേണ്ട, അതെനിക്ക് അടുത്ത കൊല്ലമൊക്കെ ആയിട്ട് മതി. ഇപ്പൊ ഞാൻ വന്നത് സാറിന്റെ ഡേറ്റിന് വേണ്ടിയല്ല, മകൻ ഷാനവാസിന്റെ ഡേറ്റിന് വേണ്ടിയാണ്. അപ്പൊ പ്രേം നസീർ ഒന്ന് സൈലന്റ് ആയി. എന്ത് പറഞ്ഞു, അവനെ അഭിനയിക്കൂ? അപ്പൊ പറഞ്ഞു, അത് കുഴപ്പമില്ല, സാറിന്റെ മോനല്ലേ, ഞാൻ അഭിനയിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ വളരെ ഫാസ്റ്റായി. അങ്ങനെയാണ് ആ സിനിമയില് ഷാനവാസ് അഭിനയിക്കുന്നത്. അതിനുശേഷം എത്രയോ സിനിമകൾ അഭിനയിച്ചു. എനിക്ക് ചൈന ടൗൺ കണ്ടിട്ടുണ്ടോ? അതിൽ ഓർമ്മയുണ്ടോ? മറ്റേ മക്കളുടെ അതന്നെ അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് സീനില് തുടക്കം ടൈറ്റിൽ കാണിക്കുമ്പോൾ അതില് പക്ഷെ ഭയങ്കര നോട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അതെ അതില് മോഹൻലാലിന്റെ അച്ഛനായിട്ട് മോഹൻലാൽ തന്നെ അതിൽ അഭിനയിക്കുന്നു. എനിക്കൊന്ന് പിന്നെ ജയറാം, ദിലീപ്, ഇവര് ശങ്കറും ഷാനവാസും ഒക്കെയാണ്. അത് ഈ പറയുന്ന പോലെ തന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് വന്നത്. പിന്നെ ഈ ഒരു 80s ഒക്കെ കുറെ കഴിഞ്ഞ ഒരു ചിത്രം സിനിമയിലുണ്ട്. ചിത്രം സിനിമയില് ശരിക്കും അതില് നായികയുടെ കാമുകനായിട്ട് ശരിക്കും ഷാനവാസാണ്. ഷാനവാസ് പറ്റിച്ചു പോകുമ്പോഴാണ് പകരം ഒരു ആൾമാറാട്ടം നടത്തി മോഹൻലാലിനെ കൊണ്ടുവരുന്നത്. അപ്പൊ അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഷാനവാസ് ഓൾറെഡി സിനിമയിൽ നിന്നൊക്കെ ഒന്ന് മാറി, അതായത് ഒരു റൊമാൻറ്റിക് ഹീറോ ആയി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി. അല്ലെങ്കിൽ ഒരു ടൈപ്പ് ശങ്കറിനൊക്കെ പറ്റിയ പോലെ തന്നെ. പിന്നെ അദ്ദേഹം വിദേശത്തൊക്കെ പോയി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറെ മിനി സ്ക്രീനിൽ നായകനായിട്ട് തിളങ്ങിയിട്ടുണ്ട്. 90s ഈ ഗൾഫിൽ ഷൂട്ട് ചെയ്തിരുന്ന
ചില സീരിയൽസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ചിത്രത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, ഇയാളാണല്ലേ, ഇദ്ദേഹമായിരുന്നു. പിന്നെ ഇപ്പൊ ചൈന ടൗൺ പറയുമ്പോഴും നമുക്ക് ആൾക്കാരെ മനസ്സിലാവും. പക്ഷെ പഴയ മൂവീസിലുണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി പുതിയ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് പരിചയമുള്ള മൂവീസാണ് ഈ ചിത്രവും ചൈന ടൗൺ ഒക്കെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യില്ലെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഓർത്തെടുക്കാൻ പറ്റും, അദ്ദേഹമായിരുന്നില്ല ഈ ഷാനവാസ് എന്നുള്ളത് ഓർത്തെടുക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ അടുത്താണെങ്കിലും. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രേം നസീർ ഉണ്ട്. നമുക്ക് ഷാനവാസിന്റെ ചില ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ അത് പ്രേം നസീർ ആണ് സംസാരിക്കുന്നത് തോന്നും. സെക്രട്ടറിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമയാണ്, സെക്രട്ടറി ഗർഭിണികളല്ല, ആ ഡയറക്ടറുടെ തന്നെ കുംഭസാരാണെന്ന് തോന്നുന്നു. കുംഭസാരം എന്ന് പറഞ്ഞ് ജയസൂര്യയുടെ ഒരു സിനിമ ഉണ്ട്, അതിൽ നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സെക്രട്ടറി ഗർഭിണികളിലുണ്ട്, ആ ഡയറക്ടറുടെ സെക്രട്ടറി ഗർഭിണികളിലും നല്ലൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2000 ശേഷം 2010 ശേഷം ഒക്കെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആക്റ്റീവായിട്ട് പിന്നെയും വീണ്ടും നിൽക്കാൻ പറ്റില്ല. എനിക്ക് അധികം വയ്യായിരുന്നു, ഒരു 4-5 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്നൊക്കെയാണ് മുകേഷ് ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഫോട്ടോ. ഈ അടുത്ത് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് പോയി കണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു പ്രേമഗീതങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സിനിമ മതി ശരിക്കും അന്നത്തെ ക്യാമ്പസിൽ ഒരു ഹരമായിരുന്നു. അതായത് അനീതിപ്രാവൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു കുഞ്ചാക്കോ ബോബന് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളിപ്പോ അതിനുശേഷം ഇപ്പൊ നിവിൻ പോളിയൊക്കെ പ്രേമം കുറച്ച് വേറൊരു മൂഡാണ്. പക്ഷെ ക്യാമ്പസുകളിൽ ഒരു യുവാക്കളുടെ ഹരം, അത് ഈ സ്ത്രീകളുടെ ആൾക്കാർക്ക് ബാലേന്ദ്രമേനോൻ പറഞ്ഞത്, ബാലേന്ദ്രമേനോൻ വരെ പ്രേമഗീതങ്ങൾ കഴിഞ്ഞപ്പോൾ അന്ന് സ്റ്റാർ ആയിരുന്നു. അതായത് ബാലേന്ദ്രമേനോൻ ഡയറക്ടറാണ്. ബാലേന്ദ്രമേനോൻ പറയാം, ആ സിനിമയ്ക്ക് ശേഷം എല്ലാ ക്യാമ്പസിലും ഞാൻ ഗസ്റ്റ് ആയിട്ട് പോകും. ഒരു ദിവസം 15 കോളേജുകളിൽ വരെ ഗസ്റ്റ്, രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി 12 മണിക്ക് തിരിച്ചെത്തുക. അതായത് ഒരു തിരുവനന്തപുരം, കൊല്ലം, ഈ പറഞ്ഞ ജില്ലകളൊക്കെ ട്രാവൽ ചെയ്തിട്ട് പ്രേമഗീതങ്ങളുടെ ഒരു ട്രെൻഡ് തന്നെ, ട്രെൻഡ് നിന്ന് ക്യാമ്പസുകളിൽ നമ്മളെ കഥ വെച്ച് നോക്കുമ്പോഴും സ്ഥിരം കാണുന്ന ഒരു കഥയായിരുന്നു. പക്ഷെ ആ കാലത്ത് എന്ന് വെച്ചാല് റിച്ച് ലവറും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയോടുള്ള പ്രണയവും ഒക്കെ. പിന്നെ എനിക്ക് ശങ്കർ അംബിക കോംബോ പിന്നീട് വന്നിട്ടുണ്ട്. പ്രേം നസീറും ഷാനവാസ് അച്ഛനും മകനുമായിട്ടും അന്ന് കുറെ സിനിമകൾ, അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നല്ലോ. നമുക്ക് അറിയാം, ഇവരൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ഒരു സിനിമയുണ്ട്, പ്രശ്നം ഗുരുതരം, കണ്ടിട്ടുണ്ടോ? അതില് പ്രേം നസീർ ഒരു നമ്പൂതിരിയൊക്കെ ആയിട്ട് കല്യാണം കഴിക്കാത്ത ഒരു 50 വയസ്സായിട്ടുള്ള കഥാപാത്രം. എനിക്ക് തോന്നുന്നു ഷാനവാസ് അതില്, പ്രേം നസീറിന്റെ മകനല്ല, ഷാനവാസ് അതില് ഒരു ഡോക്ടറായിട്ടാണ്. പക്ഷെ ഇവര് രണ്ടുപേരും ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് അന്ന് ഉണ്ടായിരുന്നു. ലാൽ അമേരിക്കയിൽ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഇപ്പോഴും അങ്ങനെയല്ല, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കോംബോ ആയിരിക്കും ഇപ്പൊ മമ്മൂക്കയും ദുൽഖറും. അവര് വരുന്നില്ല. ആ കാലത്ത് ഉണ്ടാവുന്ന ഒരു ടോപ്പായി നിൽക്കുന്ന 2 നായകൻ ലൈക് പ്രേം നസീറും ഷാനവാസും, അവരൊരു കോംബോ ആയിട്ട് വരുമ്പോ തന്നെ എല്ലാവർക്കും ആഘോഷിക്കാൻ ഒരു ഇതുണ്ടാവുമല്ലോ. അന്ന് പ്രേമഗീതങ്ങളുടെ സമയത്ത് പ്രൊഡ്യൂസറുടെ അടുത്ത് ബാലേന്ദ്രമേനോൻ പറഞ്ഞത് അത്രേ ഉള്ളൂ, ഒരു പുതിയ നായകനെ പരീക്ഷിക്കുന്നതിനെക്കാട്ടും പകുതി റിസ്ക് കുറഞ്ഞു. കാരണം പ്രേം നസീറിന്റെ മകനാണല്ലോ, അപ്പൊ അതിനൊരു മാർക്കറ്റ് ഉണ്ട്. പിന്നെ അത്ര മോശം നടനുമായിരിക്കില്ല, എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അഭിനയിപ്പിച്ചത്. പിന്നെ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ട് എനിക്കൊന്നും അദ്ദേഹം തന്നെ ഒരു സ്വയം മാറിയതാണ്. പക്ഷെ എനിക്കൊന്നും ഇത്ര കഴിഞ്ഞൊരു 30 വർഷം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വിരലുള്ളാവുന്ന സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. അത് മാത്രല്ല, ഇപ്പൊ ഈ പ്രേം നസീറിന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് സിനിമയിലോട്ട് വന്നാലും ഒരു സ്വയം തെളിയിക്കണം, ഒരു നല്ലൊരു നടനാണ്. അത് അദ്ദേഹം എന്തായാലും തെളിയിച്ചല്ലോ. അതും അപ്പൊ അങ്ങനെ പറയുമ്പോ ഒരു മലയാളം ഇൻഡസ്ട്രിയില് നമുക്ക് ആ ഒരു കാലത്ത് നടന്മാരിൽ ഒരു എന്താ പറയാ, ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിട്ട് അദ്ദേഹത്തെ നമുക്ക് കാണാം. പിന്നെ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, എല്ലാവരും പറയും. അതായത് പ്രേം നസീറിന്റെ പോലെ തന്നെ ഒരാളെ കുറിച്ച് കുറ്റം പറയാത്ത, അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂവിലൊക്കെ തന്നെ ഈ അടുത്ത് കുറച്ച് ഒരു 5-6 വർഷം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിലും ഇതുപോലെ തന്നെ പ്രേം നസീറിനെ കുറിച്ച്, അതായത് ഒരിക്കൽ ഷീലയാണ് തോന്നുന്നു പറഞ്ഞത്, പ്രേം നസീറിന് ഷീലയെക്കാട്ടും റെമ്യൂണറേഷൻ കിട്ടിയിരുന്ന കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞു അത് അങ്ങനെയൊന്നും ഇല്ല, പിന്നെ അവര് പറഞ്ഞോട്ടെ. അതായത് അത് പ്രേം നസീറിന്റെ മരണശേഷം അല്ലെങ്കിൽ പ്രേം നസീറിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റമായിട്ടൊക്കെ പറയുമ്പോൾ അതൊക്കെ അതവര് പറഞ്ഞോട്ടെ, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഷാനവാസ് ഇരുന്നത്. അതായത് അച്ഛൻ്റെ ആ ഒരു മകൻ തന്നെ ആയതുകൊണ്ട് സ്വഭാവം തന്നെ ആയിരിക്കും. എന്തായാലും അദ്ദേഹം വിട പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇനിയും 71 വയസ്സ്
71 വയസ്സ് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യവാനായിട്ട് ഇരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇനിയും സാധ്യതകൾ ഉണ്ടായേനെ. പക്ഷെ അദ്ദേഹം ബാക്കി വെച്ച ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ഇപ്പോഴും ടി വിയിൽ റിപ്പീറ്റ് ആയിട്ട് പല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ പറഞ്ഞ പോലെ പഴയ സിനിമകൾ എടുത്തു വരുന്നതിൽ ഷാനവാസിന്റെ സിനിമ കുറെ നല്ല ഹിറ്റ് ഗാനങ്ങളുടെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ അതാണ് നമ്മളിപ്പോ സിനിമാ നടന്മാരുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാല് അവര് ചെയ്തു വെച്ച കഥാപാത്രത്തിലൂടെ നമ്മൾ ഓർത്തെടുക്കും ഓരോ സിനിമ കാണുമ്പോഴും. അപ്പോ അദ്ദേഹം വിട പറഞ്ഞെങ്കിലും നമ്മൾക്ക് ഓർത്തെടുക്കാനുള്ള അത്രയും നല്ല കഥാപാത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകളും തന്നിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പോ എന്തായാലും അദ്ദേഹത്തിന്റെ സിനിമകള് പ്രേമഗീതങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും വരുന്നത്. കാണാത്തവരെല്ലാവരും ഒന്ന് കാണാം. കാരണം അതിന് നല്ല രസകരമായിട്ടുള്ള പാട്ടുകളുണ്ട്. അതില് നെടുമുടി വേണുവിന്റെ ആ സിനിമയെ കുറിച്ച് പറയണമെങ്കിൽ കുറെ പറയാനുണ്ട്. നെടുമുടി വേണുവിന്റെ അതില് ഒരു ജോൺസൺസ് ലവ് തിയറി എന്നൊക്കെ പറഞ്ഞ ഒരു പൂവാലനാണ് ക്യാമ്പസിലെ എല്ലാവരും ഉപദേശിക്കുന്ന നല്ലൊരു കഥാപാത്രമാണ്. എല്ലാവരും ആ സിനിമയെ ഒന്ന് കാണണം. ഷാനവാസിന്റെ ഇഷ്ടപ്പെട്ട സിനിമകൾ നിങ്ങൾ കണ്ടതിൽ നമ്മളോട് ഷെയർ ചെയ്യുക.